നമ്മളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ, പക്ഷെ നമ്മൾ കഥകൾ വല്ലത് അറിയണ്ട. എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുകയാണ്, പച്ചയായി നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളക്കാരനാണെന്ന് പറയാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ലജ്ജയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എത്രയാണ് കൊലപാതകങ്ങൾ! സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും മഹത്വങ്ങളുമെല്ലാം മധുഹകളുമെല്ലാം ചെറിയ പ്രായം തൊട്ടേ മദ്രസകളിൽ വെച്ച് പഠിക്കുകയാണ് വിദ്യാർത്ഥിനികൾ. പക്ഷേ വളർന്നു വരുമ്പോ ഉപ്പക്ക് ഒരു വിലയില്ല, ഉമ്മക്ക് ഒരു 5 പൈസയുടെ വില പോലുമില്ല. ആ ഉമ്മയുടെ അത്രമാത്രം 9 മാസം ഗർഭം ധരിച്ച് പോറ്റി വളർത്തിയ ആ ഉമ്മാന്റെ വയറ്റിലേക്ക് തന്നെ ഇത്രയും കാലം പ്രയാസങ്ങളും വേദനകളും സഹിച്ച് ആ മകനെ പോറ്റി വളർത്തിയ ഉമ്മാന്റെ അതേ വയറ്റിലേക്ക് തന്നെ കത്തിയിറക്കുന്ന വല്ലാത്ത നിഷ്ഠൂരമായ ഒരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥ. ഉഗാണ്ടയിലെ കഥയല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തെ കഥയല്ല. സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന ഉത്ബുദ്ധരായ ഒരു സമൂഹം ജീവിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു നാട്ടിലെ വേദനാജനകമായ അവസ്ഥകളാണ്. അഊദു ബില്ലാഹ്. ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു മകനെ ഗർഭം ധരിക്കുന്നത്? ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ആ ഉമ്മമാരെത്ര വേദനകൾ സഹിച്ചിട്ടുണ്ടാകും. ഓരോ രാത്രികളിലും ആ ഉമ്മാന്റെ ഉദരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പൊന്നുമോൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ വയറ്റിന്റെ അകത്തുള്ള ഈ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ലാഹ്. അതിരാത്രി എഴുന്നേറ്റിട്ട് ഉമ്മ നടക്കുകയാണ്. നടക്കാൻ പ്രയാസമുണ്ട്. ആ ഉമ്മ ഒരു ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്, ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്. കുറെ സമയം ഉമ്മ മലർന്നു കിടക്കേണ്ടി വരികയാണ്. അതും കഴിയാതെ വരുമ്പോൾ ഉമ്മ എഴുന്നേറ്റ് നടക്കുകയാണ്. എത്രയോ രാത്രികളിൽ മക്കളായ നമുക്ക് വേണ്ടി ആ ഉമ്മമാര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേദനകൾ സഹിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഒരു ദിവസം വേദനയോടുകൂടെ ആ കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ചിട്ട് ആ പ്രസവത്തിന് ശേഷമുള്ള ഓരോ രാത്രികളിലും കുഞ്ഞ് കരയുമ്പോൾ എന്റെ പൊന്നുമോൾക്ക് എന്റെ പൊന്നുമോൻ എന്ത് സംഭവിച്ചു എന്ന് ആ വേദനയിലും പ്രയാസത്തിലും ആകുലതയോടുകൂടെ രാത്രി സമയങ്ങൾ എഴുന്നേറ്റ് കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, ആ ഉമ്മമാര് ഇവിടെ പറയുമ്പോഴാണ് ആ ഉമ്മാന്റെ വേദന നമുക്ക് അറിയുന്നത്. കണ്ണ് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടാലേ കണ്ണിന്റെ വിലയറിയൂ എന്നതുപോലെ ഉമ്മ മരിക്കുമ്പോഴാണ് ഉമ്മാന്റെ വേദന അറിയുന്നത്. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. പക്ഷേ ശരീരത്തിലേക്ക് MDMഉം അതുപോലെയുള്ള മാരകമായ ഡ്രഗ്സുകൾ അടിച്ചു കയറ്റുമ്പോൾ ഉമ്മ എന്ന സുബോധം നഷ്ടപ്പെടുകയാണ്. ഉമ്മയെ അരും കൊല ചെയ്യുകയാണ്. ചെറുപ്പക്കാർ, നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങളാണ് പ്രധാനപ്പെട്ട ആവശ്യം. നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് പോയാലോ? ഡ്രഗ്സിന്റെ വിഷയം പറയുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇതൊരു തമാശയായി കാണേണ്ട കാര്യം അല്ല. നമ്മുടെ യുവസമൂഹം, വളർന്നു വരുന്ന ചെറുപ്പക്കാരെ, ഓ പൊന്നാര മക്കളെ, യുവത്വങ്ങളെ, നിങ്ങൾക്ക് നോ പറയാൻ കഴിയണം. ഒരൊറ്റ ഒരു ദിവസം അതിന്റെ രുചി നിങ്ങളുടെ നാവിലേക്ക് എത്തിയാൽ, ഒരൊറ്റ ഒരു നിമിഷം നിങ്ങളുടെ നാവിലേക്ക് അതിന്റെ രുചി എത്തിയാൽ, പിന്നെ ഒരിക്കൽ പോലും ആ നീരാളി പിടുത്തത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ചെറിയ ടൂറ്, ഒരു ചെറിയ യാത്ര,
ഒരു നിസ്സാരമായി കാണുന്ന ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ വലിയ ദുരന്തം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. ചെറിയൊരു യാത്ര, സ്കൂളുകളിൽ നിന്ന് യാത്ര പോവുകയാണ്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലുണ്ടാകും ഈ MDM. ഒരൊറ്റ ഒരു തവണ ഒരാളുടെ നാവിലേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോ ആ സാധനം അവനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനിക്ക് ഭ്രാന്തളകുകയാണ്. 1-2 ദിവസങ്ങള് അത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ സമയത്ത് അത് കിട്ടണം. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിന്റെ രുചികൾ ശരീരത്തിലേക്ക് കയറി ഇനി അത് അവനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ പിന്നെ ഫ്രീ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. പിന്നീട് എന്ത് വരും? ഉമ്മയുടെയും ഉപ്പയുടെയും പണം അപഹരിക്കാൻ തുടങ്ങും, കക്കാൻ തുടങ്ങും. കൃത്യമായ കളവ് നടക്കും വീടുകളിൽ. അത് സ്വർണമാവാം, അത് പണമാവാം, അത് ഏത് രൂപത്തിലുമാവാം. ഈ സമ്പത്ത് കൈമുതലാക്കി അതിൽ നിന്ന് ഈ MDM പോലെയുള്ള ഡ്രഗ്സുകൾ ശരീരത്തിലേക്ക് കയറ്റുകയാണ്. അതും ലഭിക്കാതെ വരുമ്പോഴാണ് ഉമ്മക്കെതിരെ ഭീഷണികൾ വരുന്നത്. തന്നില്ലെങ്കിൽ ഉമ്മ നിങ്ങളെ ഞാൻ വിടൂല, കൊന്നുകളയും നിങ്ങളെ ഞാൻ. അതിൽ ആ MDM-ന്റെ ആ വലിയ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോയി. അങ്ങനെയാണ് ഉമ്മയുടെ ആ വയറ്റിലേക്ക് ഒരു ഷമ്മാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതെ അതിനിഷ്ഠൂരമായി കടാരയടക്കി ഉമ്മയെ കൊന്നുകളഞ്ഞത്. MDM കഴിക്കാനുള്ള പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് 5 ആളുകളെ കൊന്നില്ലേ? ഉമ്മ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. ആ 5 ആളുകളെ കൊന്നവനും ഈ ഉമ്മത്തിലെ ഒരു പേര് കൊണ്ട് അറിയപ്പെടുന്നവനാണ്. അഫനാസോ എന്തുവാണ് അവന്റെ പേര്? അവന്റെ പേര് പഠിക്കലൊന്നും നമുക്ക് നിർബന്ധമില്ലല്ലോ. എത്രമാത്രം വേദനാജനകമാണ്. ആരെയൊക്കെയാണ് കൊന്നുകളഞ്ഞത്? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അതേ പോലീസ് സ്റ്റേഷനിലേക്ക് നാണമില്ലാതെ വന്നിട്ട് പറയുകയാണ്, ഞാൻ 5 ആളുകളെ കൊന്നിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇവരുടെ മരണം ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ വൃത്തികെട്ട ഈ മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയോ? അവൻ എന്താ ചെയ്തത്? ആ വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടു. എന്തിനാണ്? മരണം ഉറപ്പ് വരുത്താൻ വേണ്ടി. ആ ഗ്യാസിലൂടെ ആ വീടെല്ലാം കത്തിച്ചാമ്പലായി. അങ്ങനെ അവരുടെ മരണം സ്ഥിരീകരിക്കാൻ കഴിയുമല്ലോ എന്ന് മനസ്സിലാക്കി വീട്ടിലെ ഗ്യാസും തുറന്നു വെച്ചിട്ടാണ് ഇവൻ അവിടെ നിന്ന് യാത്ര പോകുന്നത്. സ്വബോധമില്ലാഞ്ഞിട്ടാണോ? അത്രമാത്രം കൃത്യമായി അറിയാം. അവന്റെ ശരീരത്തിൽ ഈ മയക്കുമരുന്നിന്റെ അംശം കയറിയപ്പോൾ ഉമ്മയാരാണെന്നോ ജ്യേഷ്ഠനാരാണെന്നോ കുടുംബമാരാണെന്നോ ബോധമില്ലാതെ വളരെ മോശകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. ഇവിടെയാണ് എന്റെ ചെറുപ്പക്കാരെ, എന്റെ പൊന്നുമക്കളെ, യുവാക്കളെ, നിങ്ങളോട് പറയാനുള്ളത് നോ പറയാൻ നമുക്ക് കഴിയണം. നോ, ഇല്ല, എന്റെ നാവിന്റെ തുമ്പത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് നല്ല ഉച്ചൈസ്വരം നല്ല ശക്തമായി ഏത് സുഹൃത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയാനുമുള്ള ആർജവവും ഇച്ഛാശക്തിയും കാണിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ. നിങ്ങളോട് ഞാൻ ഗൗരവത്തോടുകൂടെ പറയുന്നത് നിങ്ങളത് ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളാനാണ്. നമ്മൾ ഈ വിഷയത്തിൽ ഇനിയും അമാന്തിച്ചു നിൽക്കാൻ പാടില്ല. നാട്ടിലെ എല്ലാ കമ്മിറ്റികളും ഉണരണം. ഇന്ന് തിരുവനന്തപുരത്താണ് ഈ വാർത്ത കേട്ടതെങ്കിൽ മണിയമ്പാറയിലോ പരിസരങ്ങളിലോ ഈ വാർത്ത ഇനി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ കേട്ടു എന്ന് വരും. ഉറപ്പാണ്, യാതൊരു സംശയമില്ല. കാരണം ഇതിന്റെ ഭയാനകത അത്രമാത്രം വലുതാണ്. പണം കിട്ടാതിരിക്കുമ്പോൾ അവരെന്തിനും മുതിരും. എന്തിനും മുതിരും. വയസ്സായ ഉമ്മയെ കൊന്നുകളഞ്ഞില്ലേ? ഉപ്പാപ്പയെ കൊന്നുകളഞ്ഞില്ലേ? ഉമ്മാമയെ കൊന്നുകളഞ്ഞില്ലേ? ആ ഉമ്മാമ എന്ത് ചെയ്തു? ആ ഉപ്പാപ്പ എന്ത് ചെയ്തു? ഈ ഡ്രഗ്സിന് പണം കൊടുക്കാത്തതിന്റെ ഒറ്റ കാരണത്താൽ വയസ്സായ ഉമ്മാമയും ഉപ്പാപ്പയും. ആ ഉമ്മാമന്റെ കഥ അറിയണ്ടേ? ആ ഉമ്മാമ ആരാണ്? ഈ മകനിക്ക് ഭക്ഷണം വെച്ച് കാത്തിരിക്കുന്ന ഉമ്മയാണ്, ഉമ്മാമയാണ്.
സ്വന്തം ഉപ്പയും ഉമ്മക്ക് മരിച്ചുപോയി. പിന്നെ ഈ മകനെ നോക്കുന്നത് ഉമ്മാമയാണ്, ഉപ്പാപ്പയാണ്. പക്ഷേ ഉമ്മാമയുടെ അടുക്കൽ വന്ന് പലപ്പോഴും ശകാരിക്കുകയും വഴക്ക് കൂടുകയും ചെയ്തിട്ടുണ്ട് ഈ ഡ്രഗ്സിന് പണം കിട്ടാത്തതിന്റെ പേരിൽ. ഒരു ദിവസം അതിന് ഉമ്മാന്റെ കയ്യിൽ ഇന്ന് കിട്ടൂല എന്ന് മനസ്സിലായപ്പോ ഉമ്മാന്റെ കഴുത്തിലുള്ള സ്വർണമാല അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രഗ്സ് കഴിക്കാൻ വേണ്ടി ഈ ഉമ്മാമയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. എന്റെ മുന്നിൽ ഒരു കേസ് വന്നു. ആ കേസ് എന്താണെന്നറിയോ? ഒരു ഉമ്മ ഗർഭിണിയായതാണ്. അതൊന്നും ഇവിടെ പറയേണ്ട വിഷയമല്ല. കുറെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും പറയേണ്ട വിഷയമല്ല. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. ആ വിഷയം എന്നോട് പറഞ്ഞത് ഒരു അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇത്രമാത്രം വേദനാജനകമായ ഒരു വാർത്തയുണ്ട്. ഒരു ഉമ്മ ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിലാണ്. ആ ഭർത്താവ് പോയിട്ട് 1.5 വർഷമോ 2 വർഷമോ ആയി. ഈ ഉമ്മ എങ്ങനെ ഗർഭിണിയായി? വയറുവേദന, അസഹ്യമായ വയറുവേദന. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു നോക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞു ഉമ്മ ഗർഭിണിയാണ്. എങ്ങനെയാണ് ഗർഭിണിയായത്? ഈ ഉമ്മക്ക് അറിഞ്ഞുകൂടാ. എല്ലാ രക്ഷിതാക്കളും എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണേ, ജാഗരൂകരാവണേ. ഈ ഉമ്മക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഗർഭിണിയായത്. ഭർത്താവ് 2 വർഷം മുമ്പ് ഗൾഫിലേക്ക് പോയതാണ്. ഗർഭിണിയാവാനുള്ളൊരു വഴിയില്ല. അവസാനം ഈ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വരണം. ഭർത്താവ് ഗൾഫിൽ നാട്ടിലേക്ക് വന്നു. പരിശോധിച്ചപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. എങ്ങനെയാണ് നീ ഗർഭിണിയായത്? ഞാൻ അവിഹിതമായ ഒരു ബന്ധത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. കൃത്യമായി നിസ്കാരമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ആ സഹോദരിക്ക് ഞാൻ എങ്ങനെ ഗർഭിണിയായെന്ന് അറിഞ്ഞുകൂടാ. അവസാനം ഈ ഗൾഫുകാരൻ പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ഇനി ഒരു നിമിഷം പോലും വീട്ടിൽ താമസിക്കാൻ പാടില്ല. അവസാനം അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ നാട്ടിൽ വീട്ടിലേക്ക് പോയി. ഉമ്മ ചോദിച്ചു, നീ എങ്ങനെയാണ് മോളെ, ആരുമായിട്ടാണ് നീ ബന്ധം? ഇല്ല, ഒരു ബന്ധവും എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഉമ്മയെ തന്നെയാണ് സത്യം. പിന്നെ എന്താണ് ഉണ്ടായത്? ഈ ഭർത്താവ് തന്നെ തന്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരനോട് വിഷയം പറഞ്ഞു. അയാൾ അന്വേഷിച്ചു. അന്വേഷണത്തിൽ അയാൾക്ക് മനസ്സിലായി ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. ആ മകന്റെ കൂട്ടുകാരെ കുറിച്ച് പഠിച്ചപ്പോൾ അവന്റെ കൂട്ടുകാരുടെ സ്വഭാവം മുഴുവനും ഈ ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ പെട്ടുപോയ കൂട്ടുകാരാണ്. ആ മകന്റെ കയ്യിൽ ആ മകനും ആ കൂട്ടുകാരുടെ കൂടെ കൂടി ഈ ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ പെട്ടുപോയപ്പോൾ വീട്ടിലേക്ക് വരുമ്പോ ഡ്രഗ്സുമായി വരികയാണ്. ഉമ്മ ഭക്ഷണവുമായി കാത്തു നിൽക്കുകയാണ് മകനെ. ആ മകന്റെ ഭക്ഷണം കാത്തുനിന്ന ആ പൊന്നാര ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഈ MDM പോലെയുള്ള മാരകമായ മയക്കുമരുന്നിന്റെ അംശങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് ഈ മകൻ കലർത്തുകയാണ്. ഉമ്മയുടെ സ്വബോധം നഷ്ടപ്പെടുന്നു. ഉമ്മയുടെ സകലകാല ബോധങ്ങളും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉമ്മയുള്ള ഉമ്മയെ സ്വന്തം മകൻ വ്യഭിചരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉമ്മ ഗർഭിണിയായത് എന്ന് വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവുകയാണ്. അങ്ങനെയുള്ള ഒരു ഡൈവേഴ്സിന്റെ കേസാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഒരു അഡ്വക്കേറ്റിന്റെ മുന്നിലേക്ക് വന്നു ചേർന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല. ആ അഡ്വക്കേറ്റിനെ എനിക്കറിയാം, നാടെനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല, ഇത് പറയേണ്ടതുമല്ല. എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ്. ഇങ്ങനെ ഒരു ദുരന്തപൂർണമായ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ഇനിയും ബോധവാന്മാരായില്ല എങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതിനേക്കാളും മോശമായിരിക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കലണിന്റെ കഷ്ണങ്ങളായ പൊന്നുമക്കളെ, ചെറിയ പിഞ്ചുമക്കളെ, നിങ്ങൾ നല്ല ബോധമുള്ളവരാകണം. എല്ലാ യുവാക്കളും ബോധമുള്ളവരാകണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പാടില്ല. നമ്മൾ തന്നെയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. എല്ലാ സംഘടനകളും, എല്ലാ ചാരിറ്റി പ്രവർത്തകരും, എല്ലാ കമ്മിറ്റി ഭാരവാഹികളും, എല്ലാ കമ്മിറ്റികളും എല്ലാവരും ഇതിന്റെ പേരിൽ ജാഗരൂകരായി ഈ വിപത്തിനെതിരെ ശക്തമായ പ്രതികരിക്കുകയും ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടത്തിയില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ കേട്ട വാർത്ത അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ നാടുകളിൽ നിന്ന് കേൾക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. മക്കളെ, ഭൗതികമായ ലോകത്തെ സുഖാഡംബരങ്ങളിൽ പലരും പറഞ്ഞു തരാനും നമ്മളെ കൊണ്ടുപോകാനും ഉണ്ടാകും. പക്ഷേ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന ഖബറിൽ നമ്മൾ മാത്രമാണ്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നായി ഈമാനോടുകൂടെ ജീവിച്ച് ഞങ്ങളെ മക്കളൊക്കെ നല്ല മക്കളായി ദീനിന്റെ ഖാദിമീങ്ങളായി അതേ നാടുകളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമായി വളരേണ്ടവരാണ് നിങ്ങളെ. ഇനിയും ഈ നാട്ടിൽ പ്രസിഡന്റുമാര് വേണം, ഇനിയും ഈ നാട്ടിൽ സെക്രട്ടറിമാര് വേണം, ഇനിയും ഈ നാട്ടിൽ കമ്മിറ്റി ഭാരവാഹികൾ വേണം. നഊദു ബില്ലാഹ്. ഒരു യുവതലമുറ അങ്ങനെ തന്നെ ഈ ഡ്രഗ്സിന്റെ പിന്നാലെ പോയാലോ? ഇനി നമ്മുടെ പള്ളികൾ നോക്കാൻ ആരാണ്? നമ്മുടെ മദ്രസകൾ നോക്കാൻ ആരാണ്? നമ്മുടെ സ്ഥാപനങ്ങളെ നോക്കാൻ ആരാണ്? അതുകൊണ്ട് ശ്രദ്ധ വേണേ. നോ നോ എന്ന് പറയാനുള്ള നല്ല ആർജവം കാണിക്കണേ പൊന്നുമക്കളെ, പൊന്നു പെങ്ങളെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറുപ്പക്കാരായ യുവാക്കൾക്കിടയിൽ മാത്രമാണെന്ന്. അല്ല, അതിനേക്കാളും വലിയ ദുരന്തത്തിലാണ് പെൺകുട്ടികളുള്ളത്. അതിനേക്കാളും വലിയ ദുരന്തത്തിലാണ്. ഞാൻ മദീന പള്ളിയിലെ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖദറായിൽ അടുത്തിരിക്കുമ്പോ എന്നോട് കാസർഗോഡുള്ള ഒരു ഹാജിയാർ, അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല, പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്ന് വരാം. ആ ഹാജിയാര് എന്നെ പിടിച്ചിട്ട് പച്ചക്കുബ്ബന്റെ മുമ്പിൽ നിന്ന് കരയുകയാണ്. ഞാൻ കുറെ സമയം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയണത്? ഉസ്താദെ സഹിക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് പറയുകയാണ്. പച്ചക്കുബ്ബയുടെ മുന്നിൽ നിന്ന് ഉസ്താദിനോട് ഞാനിത് പറയുന്നത് ഉസ്താദിന്റെ ദുആകളിൽ പ്രത്യേകമായത് വേണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ എന്റെ മകളുണ്ട്, ആ മകളുമായി ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിലെത്തിയപ്പോൾ എന്റെ മകള് പെട്ടെന്ന് ഓടുകയാണ്. ഞാനിങ്ങനെ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്റെ സാധന സാമഗ്രികളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ആ ബെൽറ്റിന്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മകള് എന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ഓടുകയാണ്. ഞാൻ എന്റെ മകൾ എവിടേക്കാണ് ദുബായിൽ നിന്ന് ഓടുന്നത്? ഓടി ഓടി ചെന്നിട്ട് ഒരു തുർക്കിക്കാരൻ, ഒരു കൊറിയക്കാരനെ കെട്ടിപ്പിടിച്ച് ആ കൊറിയക്കാരന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ്. കൊറിയക്കാരനോട് സ്നേഹം. പുതിയാപ്പിള നിശ്ചയിച്ച് കല്യാണത്തിന് നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, മോളെ, അത് കഴിഞ്ഞ് എന്റെ മോൾ എന്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഈ കൊറിയക്കാരനെ പരിചയം? ആരാണ് അയാള്? ബാപ്പാ, എനിക്ക് അയാളെ കല്യാണം കഴിക്കണം. അഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ഈ കൊറിയക്കാരനിൽ പ്രേമം വന്നത്? അപ്പോഴാണ് അറിയുന്നത്, കുറെ കറുത്ത വസ്ത്രം ധരിച്ച കുറെ ആളുകളുണ്ട് അത്ര കൊറിയയിൽ. 7ഓളം ആളുകൾ. അവർ പല രൂപത്തിലുള്ള വസ്ത്രവുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു, സെന്റ് ഓഫിന്റെ ഭാഗമായിട്ട് കുറെ SSLC പഠിക്കുന്ന കുട്ടികളാണ് എന്നാ തോന്നുന്നത്. കറുത്ത ഡ്രസ് ഇട്ട് ഇങ്ങനെ വരികയാണ്. ഒരു 10-15 ആളുണ്ട്. ഞാൻ വിചാരിച്ചു, റബ്ബേ, കറുത്ത ഏതെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് ഗാർഡ് എന്നൊക്കെ പറയാറില്ല. അങ്ങനെ കുറെ ബ്ലാക്ക് ഗാർഡുകൾ ഇറങ്ങിയതാണോ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ കൊറിയക്കാരുടെ ഈ പരിപാടി കാണുകയാണ്. എന്താണ് കൊറിയക്കാരുടെ പരിപാടി? അവര് 7 ആളുകളുണ്ട്. അതിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയണില്ല. പറഞ്ഞാൽ പിന്നെ അത് സെർച്ചിങ് തുടങ്ങും. അറിയാത്ത ആളുകൾ കൂടി അത് കാണാൻ കാരണം, കുട്ടികൾക്കൊക്കെ അറിയാം അതിന്റെ പേര്. ഈ കൊറിയക്കാർ അഭിനയിച്ചിട്ട് ഓരോ ദിവസവും അവരുടെ വ്യത്യസ്തങ്ങളായ അഭിനയങ്ങൾ അവര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിങ്ങനെ കാണുകയാണ്. ഓരോ ദിവസവും ഈ പെൺകുട്ടികൾക്ക് ഇത് കാണണം. അങ്ങനെ കണ്ട് കണ്ട് അവരുടെ അടിമത്വത്തിൽ പെട്ടുപോയി. അവരാണ് ചിന്ത, അവരാണ് കൽബിൽ. അവരെ പോലെയുള്ളവരെ കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. കൊറിയക്കാരെ പോലെ എവിടെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ആളെ കിട്ടൂല. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കുറെ ആൾക്ക് എനിക്ക് കല്യാണം വേണ്ട. ഇപ്പൊ കുറെ പെൺകുട്ടികൾ അങ്ങനെ ഇറങ്ങി. എത്രയോ ചെറുപ്പക്കാര് കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സ്കൂൾ വിട്ടാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാം.
പക്ഷെ കല്യാണം ആലോചിക്കുമ്പോ ഒറ്റ ഒന്നിനെ പെണ്ണ് കിട്ടണില്ല. എന്താ കാരണം? എല്ലാ പെൺകുട്ടികളും പറയാണ് എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം, 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 പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്ക് ഈ പെൺകുട്ടിന്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ട് ഒരു നല്ല പുതിയാപ്പിളയെ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക്. അത്രമാത്രം വലിയ വേദനാജനകമാണ് കാര്യങ്ങളുടെ കിടപ്പുകളെ. പെൺകുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉസ്താദ് സ്കൂളിൽ ഒരു പരീക്ഷ നടത്തി. കുട്ടികളെ കയ്യിൽ പേപ്പറും കൊടുത്തു, പെന്നും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, പെൺകുട്ടികൾ 10-20 പെൺകുട്ടികളുണ്ട്. എല്ലാ പെൺകുട്ടികളോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 ചോദ്യം എന്നോട് ചോദിക്കാം. എന്തു ചോദിക്കാം. ആര് ചോദിച്ചതാണെന്ന് ഞാൻ ആരോടും പറയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങള് ഒരു 10 ചോദ്യം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അറിയാനുള്ള ഉത്തരങ്ങളെ ഒരു 10 ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുക. 10 ആളുകൾക്ക് ഞാൻ വേറെ വേറെ ഉത്തരം തരും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 ചോദ്യം. അങ്ങനെ ഈ ഉസ്താദ് പരീക്ഷ നടത്തിയപ്പോൾ 10 പെൺകുട്ടികളും 10 ചോദ്യവും കൊടുത്തു, എഴുതി കൊടുത്തു. അപ്പോഴാണ് ഈ ഉസ്താദ് ഇങ്ങനെ നോക്കുന്നത്, ഏതാണ് റബ്ബേ ചോദ്യം? സുബ്ഹാനല്ലാഹ്, ഈ കൊറിയക്കാരെ കുറിച്ചാണ് 10 ചോദ്യവും വന്നിട്ടുള്ളത്. അതിൽ 99% പെൺകുട്ടികളും. ഇവർക്ക് അറിയേണ്ടത് ഈ കൊറിയക്കാരുടെ പേരെന്ത്, അവരഭിനയിക്കുന്നതിന്റെ പേരെന്ത്, അവരുടെ നാടെവിടെ, അവരുടെ ബാപ്പാന്റെ പേരെന്ത്, ഇങ്ങനെ 10 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈ കൊറിയക്കാർ എത്രമാത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് ഓ രക്ഷിതാക്കളെ, നമ്മളെല്ലാവരും ജാഗരൂകരാകണം. പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളെ അടക്കപ്പെടുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടായിരുന്നു, അല്ലെ? ഉമ്മ ചോദിക്കും, മോളെ വാതിലടച്ചോ? ആ, അടച്ചു ഉമ്മ. എന്നാൽ സമാധാനമായി, എന്നാൽ ശാന്തിയായി, എന്നാൽ തൃപ്തിയായി. ഇനി പേടിക്കേണ്ടതില്ല, കള്ളൻ വരുമെന്ന പേടിയില്ല. ഇന്നങ്ങനെയാണോ? ഓരോ വാതിലുകൾ അടയുമ്പോഴും വലിയ വലിയ ദുരന്തങ്ങൾ വരികയാണ്, വലിയ വലിയ ദുരന്തങ്ങൾ കടന്നു വരികയാണ്. വാതിലുകൾ അടച്ചുകൂടിയിട്ട് ആ റൂമിന്റെ അകത്തളങ്ങളിൽ പൊന്നാര മോള്, പൊന്നാര മോന് എന്താണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ആസ്വദിക്കുന്നത് എന്ന പേടിയാണ്, എന്ന ഭയമാണ്. ഓരോ വാതിലുകൾ അടയും തോറും പേടികൾ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കല്ലയോ ഓ രക്ഷിതാക്കളെ, ഓ ഉമ്മമാരെ, നമ്മുടെ പുതിയ സമൂഹം കടന്നു ചെന്നിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് പറയാതിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഈ സദസ്സ് പൂർണ്ണമാവുക? അല്ലാഹുവേ, ഞങ്ങളെ യുവാക്കളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ പെൺകുട്ടികളെ നീ കാക്കണേ അല്ലാ, നല്ല ബോധം നീ നൽകണേ അല്ലാ. ഇനിയൊരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.